നമസ്കാരം. പിണറായി വിജയനെ പുകഴ്ത്തിക്കൊണ്ടൊരു വാഴ്ത്തുപാട്ട് അതാ വീണ്ടും വന്നിരിക്കുന്നു. ഒരു വ്യക്തിയെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കുറിച്ച് ഒരു വാഴ്ത്തുപാട്ട് എന്നത് അത്ര മോശമായ കാര്യമല്ല. പണ്ടും മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. സിന്ദാബ വിളിക്കുന്നതും വാഴ്ത്തുപാട്ടും രണ്ടല്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാം. ന്യായ ക്യാപ്സൂളുകൾ ഉണ്ടാകാം. പക്ഷേ CPM എന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപൂജ ഒരിക്കലും വച്ചു പൊറിപ്പിക്കുന്നതല്ലെന്നും വ്യക്തി വാഴ്ത്തൽ, അതായത് ഒരു വ്യക്തിയെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുന്നത് ഒരു ആദർശപരമായി, പ്രത്യയശാസ്ത്രപരമായി തെറ്റാണെന്നും ആണ് ആ പാർട്ടി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രസ്ഥാനമാണ് ഏറ്റവും വലുത്, രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും വലുത്. അതിന്മേൽ ഒരു വ്യക്തിയും ഒരു നേതാവും അതിന്മേൽ ഉയരില്ല എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിദ്ധാന്തം. അത് CPM-ഉം പലപ്പോഴും പറയുന്നതാണ്. മറ്റു പല നേതാക്കന്മാരുടെ കാര്യം വന്നപ്പോഴും, പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോഴും എടുത്ത നിലപാട് ഇതുതന്നെയാണ്. പാർട്ടിയാണ് ഏറ്റവും വലുത്, അതിനു മുകളിൽ ഒരു വ്യക്തിയില്ല എന്ന്. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടുകൂടി, പാർട്ടിയുടെ എല്ലാം ആയതോടുകൂടി, പാർട്ടിയുടെ ഏകഛത്രാധിപതിയായി മാറിയതോടുകൂടി അദ്ദേഹം ആ സ്ഥാനം കൃത്യമായും അലങ്കരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വാഴ്ത്തുപാട്ടുകൾ ധാരാളം ഉണ്ടായി. ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ ഒരു വാഴ്ത്തുപാട്ട് റിലീസ് ചെയ്തിരിക്കുന്നു. അത് ഇപ്പോൾ അതികഠിനമായ വിമർശനങ്ങളാണ്, കമൻറ്റുകളാണ് ആ വാഴ്ത്തുപാട്ടിന് താഴെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതും വേറൊരു കാര്യം. പക്ഷേ ഈ വാഴ്ത്തുപാട്ട് എങ്ങനെ വന്നു? ആ വീഡിയോ ഞാനൊന്ന് കണ്ടു. ഞാനിപ്പോൾ നിങ്ങളെ അത് കാണിക്കാൻ ശ്രമിക്കുന്നില്ല. അതിന് അത്രയ്ക്ക് ഒരു പ്രൊമോഷൻ ഞാൻ കൊടുക്കണമെന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ട് തന്നെയാണ്. പക്ഷെ ഞാൻ ഈ പറയുന്നത് പോലും അതൊരു പ്രൊമോഷൻ ആയിരിക്കാം. നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും എടുത്ത് കാണാം. എന്തായാലും ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ബോധ്യമായത്, ഒന്ന്, അതിനകത്ത് ആ വരികളിൽ പറഞ്ഞിരിക്കുന്ന ചില വാഴ്ത്തുപാട്ടുകളാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന CM ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ CM ആണ്, മുഖ്യമന്ത്രിയാണ്, ഭരണാധികാരിയാണ്. അദ്ദേഹം ഫിനിക്സ് പക്ഷിയാണ്, ഏത് പ്രതിബന്ധങ്ങളെയും നേരിടുന്ന, അല്ലെങ്കിൽ ചാരത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ഫിനിക്സ് പക്ഷിയാണ് എന്നൊക്കെ തന്നെയാണ് അതിൻ്റെ വാദങ്ങൾ ആ വരികളിൽ നിറഞ്ഞു കിടക്കുന്നത്. ആയിക്കോട്ടെ, സ്വന്തം നേതാവിനെ കുറിച്ച് ഒരു പാർട്ടി പ്രവർത്തകർക്ക് അത്തരത്തിൽ ചില കാര്യങ്ങൾ എഴുതാം. പക്ഷേ ഒറ്റയ്ക്ക് വളർന്നു വന്നവൻ എന്ന ഒരു പ്രയോഗം ആ വരികളിലുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ശരിയാണോ? അതായത് പണ്ട് കടലിലെ ബക്കറ്റിലെ വെള്ളം ഒരു കഥ പറഞ്ഞത് ഈ പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ കുറിച്ചാണ് ഇപ്പോൾ ഒറ്റയ്ക്ക് വളർന്നു വന്നവൻ, ഒറ്റമരമായി വളർന്നവൻ എന്നൊക്കെ വാഴ്ത്തുപാട്ടുള്ളത്. VS അച്യുതാനന്ദനെ കുത്തിക്കൊണ്ട് VS അച്യുതാനന്ദൻ ഇരിക്കുന്ന വേദിയിൽ അദ്ദേഹത്തിന് തല താഴ്ത്തി വയ്ക്കേണ്ടി വന്ന അവസ്ഥയാണത്. ബക്കറ്റിലെ വെള്ളം കടലിനോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമാണ് തിരയടിക്കുന്നതെന്നും, ആ കടലിൽ നിന്നുള്ള വെള്ളം ബക്കറ്റിൽ കോരി വെച്ചാൽ തിരയടിക്കില്ല എന്നും, അപ്പോൾ ആ വെള്ളത്തിന് തിരയടിക്കണമെങ്കിൽ അത് കടലിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്നും എന്നൊക്കെ ഉള്ള ഒരു കഥയാണ് അന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അത് VS-നെ ജനങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുകയും VS ഒരു വലിയ വ്യക്തിപ്രഭാവം വളർന്നു വരുന്നത് കണ്ടപ്പോൾ സഹിക്കാൻ വയ്യാത്തത് കൊണ്ടുമാണ്. അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ ഈഗോയല്ല, അത് പാർട്ടി നയമാണ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം P ജയരാജന് PJ ആർമി എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയയിൽ, ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഗാനം വന്നു PJയെ കുറിച്ച് ഉയർത്തിക്കൊണ്ട്. അതിനെതിരെയും പിണറായി വിജയൻ വാളോങ്ങി. അവസാനം അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു പാർട്ടി സമിതിയെ പോലും നിയമിച്ചു. ആ പാർട്ടി സമിതി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ ചില സംഭവങ്ങളും നടന്നിട്ടുണ്ട് ഈ CPM-ൽ. എന്നാൽ ഇപ്പോൾ ഈ പിണറായി വിജയനെതിരായിട്ട് വാഴ്ത്തുപാട്ടുകൾ, കഴിഞ്ഞ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ നെയ്യാറ്റിൻകര നടന്ന 500 പേരടങ്ങുന്ന, അന്ന് നമ്മുടെ ഈ കോവിഡ് വളരെ ഗുരുതരമായി നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് 500 വനിതകളെ ഉൽപ്പത്തിച്ചുകൊണ്ട് ഒരു വാഴ്ത്തുപാട്ട് തിരുവാതിര നമ്മൾ കണ്ടതാണ്. ഇന്നീ ലോകം നന്നാക്കുവാൻ, അല്ലെങ്കിൽ ഇന്നീ ലോകത്ത് ഈ പാർട്ടി ഉണ്ടെങ്കിൽ ആ പാർട്ടിക്ക് കാരണഭൂതൻ ഈ പിണറായി വിജയനാണെന്നൊക്കെ വാഴ്ത്തുപാടിയത് കേട്ടപ്പോൾ നമ്മൾ അറിയാതെ ചിരിച്ചു പോവുകയാണ് ഉണ്ടായത്. പുച്ഛത്തോടെ
പുച്ഛത്തോടെ ചിരിച്ചു പോവാണ്. ഇപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറഞ്ഞ വാഴ്ത്ത് ഗാനവും അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ആ വാഴ്ത്ത് ഗാനം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നത് അതൊരു കറക്റ്റ് സ്പോൺസേർഡ് പ്രോഗ്രാം തന്നെയാണ്. കാരണം വളരെ ക്വാളിറ്റിയോടുകൂടി നമ്മുടെ വലിയ തട്ടുപൊളിപ്പൻ സിനിമകൾ കാണുന്ന പോലുള്ള നൃത്ത രംഗങ്ങളും ഒക്കെയാണ് അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. വളരെ കാശ് മുടക്കി ലൈറ്റൊക്കെ ഉപയോഗിച്ച് വളരെ വലിയ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് വളരെ പണിപ്പെട്ട് ദിവസങ്ങളെടുത്ത് ഷൂട്ട് ചെയ്തതാണ് ആ ചിത്രം എന്ന് വ്യക്തമാണ്. അപ്പോൾ അതിന് ഒന്നിലധികം ലക്ഷം, ഒന്നല്ല 5, 6, 8 ലക്ഷം രൂപ ചെലവാകുന്ന തരത്തിലുള്ള ഒരു പ്രൊഡക്ഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നതെന്ന് ആ ചിത്രം കാണുമ്പോൾ മനസ്സിലാകും. അത്രയും രൂപ മുടക്കി ഒരു വാഴ്ത്തുപാട്ട് ആരെങ്കിലും ഇടണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആർക്കാണ് ഗുണം എന്നത് മനസ്സിലാകും. അതിനുവേണ്ടി പണം മുടക്കിയത് ആരാണെന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്.